കാശി എങ്ങനെയുണ്ട് ഇന്നത്തെ ഫുഡ്? അടിപൊളിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ് അമ്മ ഉണ്ടാക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കടലക്കറിയാണ്. ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പത്തേക്ക് വെക്കുക. അതിലേക്ക് തലേ ദിവസം കുതിർത്ത് വെച്ച കടല നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ചെറിയ സവാളകളാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാൻ നോക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ്. ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 9 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചാണ് എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് 2 പച്ചമുളകാണ് വേണ്ടത്. അത് നീളത്തിൽ അരിഞ്ഞ് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. പിന്നെ നമ്മൾ കുക്കറിൽ തന്നെ കിടന്ന് നന്നായി വേകുന്നത് കൊണ്ടിട്ട് ഇപ്പോൾ സവാളയൊക്കെ വലിയ കഷ്ണമാണെങ്കിലും പ്രശ്നമില്ല. നമ്മൾ ലാസ്റ്റ് എല്ലാം കൂടി വെന്തതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അല്പം ഉപ്പ് ചേർത്താൽ മതി. നമുക്ക് ലാസ്റ്റ് ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഉപ്പ് അധികമാവാതെ നോക്കണം. ഇനി നമുക്ക് കടല വേകാൻ ആവശ്യമായ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ച് ഒരു 8 വിസിലാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. കടല നല്ല രീതിയിൽ വെന്ത് വരുമ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ലോണം വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ആവിയെല്ലാം മാറി ഞാൻ കുക്കറിന് മൂടി മാറ്റിയിട്ടുണ്ട്. ഇനി ഇവയെല്ലാം കൂടി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നാലാണ് കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുള്ളൂ. ഇനി ഒരു കറിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പെരിഞ്ചീരകം ഇട്ട് പൊട്ടിച്ച് കൊടുക്കണം. ഇനി നമുക്ക് മസാലക്കൂട്ടുകളെല്ലാം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മസാലപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി എന്നിവയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അവൻ്റെ പച്ച മണം മാറുന്നത് വരെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് കടല വേവിച്ച അതേ വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച കടല കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. കറി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് ഇളക്കി കൊടുക്കണം. ഫൈനലി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ട, ദോശ, അപ്പം ഇതിൻ്റെ കൂടെ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.